സഡാക്കോ സസുക്കിയും ഓർഗാമി കൊക്കുകളും എന്തിൻ്റെ പ്രതീകമായി കരുതിപ്പോരുന്നു? ഉത്തരം ലോക സമാധാനത്തിൻ്റെ. 2 അണുബോംബ് ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട വ്യക്തി ആരാണ്? ഉത്തരം സുറ്റോമോ യമഗുച്ച്. ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെട്ടിരുന്ന രഹസ്യ പേര് എന്താണ്? ഉത്തരം ട്രിനിറ്റി. അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതി ഏതാണ്? ഉത്തരം മാൻഹട്ടൻ പ്രൊജക്റ്റ്. ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയ വർഷം അതേപോലെ തന്നെ ദിവസം ഏതാണ്? 1945 ജൂലൈ 16. മാൻഹട്ടൻ പ്രൊജക്റ്റിന്റെ തലവൻ ആരാണ്? ഉത്തരം റോബർട്ട് ഓപ്പൺഹൈമർ. ഹിബാകുഷ എന്ന ജപ്പാനീസ് വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്തരം സ്ഫോടന ബാധിത ജനത. 1000 കുക്കുകളും ഒരു ശാന്തിപ്രാവും എന്ന ബാലസാഹിത്യകൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം പ്രൊഫസർ എസ് ശിവദാസ്. ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം ഹിരോഷിമ. ഹിരോഷിമ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ്? ഉത്തരം ഹോൻഷു ദ്വീപുകൾ. നാഗസാക്കി ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ്? ഉത്തരം ക്യുഷു ദ്വീപുകൾ. ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനത്തിന് ശേഷം ആദ്യമായി വിരിഞ്ഞ പുഷ്പം ഏതാണ്? ഉത്തരം ഒലിയാണ്ടർ പുഷ്പം. ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണ സമയത്തുണ്ടായിരുന്ന പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണം നടന്ന സ്ഥലം എവിടെയാണ്? ഉത്തരം പൊക്രാൻ. 1974 മെയ് 18 നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ അണുവിസ്ഫോടന പദ്ധതിയുടെ രഹസ്യനാമം ഏതാണ്? ഉത്തരം ബുദ്ധൻ ചിരിക്കുന്നു. ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണത്തിന് ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേര് നൽകിയ വ്യക്തി ആരാണ്? ഉത്തരം ഇന്ദിരാഗാന്ധി. 2ാം ലോക യുദ്ധത്തിന്റെ കെടുതികൾ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ ഡയറി 1947 പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഏതാണത്? ആൻ ഫ്രാങ്ക്. 2ാം ലോക യുദ്ധത്തിന്റെ വേദനകളും ദുരിതങ്ങളും അവതരിപ്പിച്ച കൃതി ഏതാണ്? ഉത്തരം ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ. ആൻ ഫ്രാങ്ക് തന്റെ ഡയറിയെ വിളിച്ച പേര് എന്തായിരുന്നു? ഉത്തരം കിറ്റി. സെക്കൻഡ് ജനറൽ ആർമി ഏത് രാജ്യത്തിന്റെ സൈന്യമായിരുന്നു? ഉത്തരം ജപ്പാൻ.
ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് ആരാണ്? ഉത്തരം രാജ രാമണ്ണ.